കടുത്ത ഛർദിയെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിയ യുവാവ് മരണപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ചങ്ങരംകുളത്തു നിന്നും പുറത്തുവരുന്നത്. ചങ്ങരംകുളം മൂക്കുതല കാഞ്ഞിയൂർ വിജയന്റെ മകൻ സന്ദീപ് എന്ന 30 വയസ്സുകാരനാണ് ഇന്നലെ ദാരുണ മരണം സംഭവിച്ചിരിക്കുന്നത്. യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ജ്യോത്സ്യനെതിരെ രക്ഷിതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ. കൈവിഷദോഷവുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ് 30കാരന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. വശീകരണമോ ശത്രുനാശമോ ലക്ഷ്യമാക്കി ആഹാര സാധനങ്ങളിലോ പാനീയങ്ങളിലോ രഹസ്യമായി ചേർത്ത് നൽകുന്ന മന്ത്രബദ്ധമായ മരുന്നാണ് കൈവിഷം എന്നാണ് വിശ്വാസം. പലഹാരത്തിലോ പഴത്തിലോ മറ്റേതെങ്കിലും ആഹാര പദാർത്ഥത്തിലോ ചേർത്ത് സൂത്രത്തിലാണ് ഇത് നൽകുന്നത്. കടുകുമണിയോളമുള്ള കൈവിഷം വയറ്റിൽ പറ്റിപ്പിടിച്ചു കിടന്ന് വളരും എന്നാണ് കൈവിഷത്തെ പറ്റിയുള്ള വിശ്വാസം. ഇങ്ങനെയുള്ള വിശ്വാസം പിന്തുടരുന്ന ആളുകൾ രോഗശാന്തിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള സിദ്ധന്മാരുടെ അടുത്തേക്കാണ് എത്തുന്നത്. അവർ ഇത് കൈവിഷമേറ്റതാണെന്ന് പറഞ്ഞ് വിശ്വാസികളെ ധരിപ്പിക്കുകയും ആ കൈവിഷം ഛർദ്ദിച്ച് കളയാൻ വേണ്ടി മരുന്ന് നൽകുകയും ചെയ്യുന്നു. ഈ മരുന്ന് അവർ പറയുന്നത് പോലെ കഴിക്കുന്നതോടുകൂടി കൈവിഷം പുറത്തേക്ക് പോകുന്നു എന്നും അവർ വിശ്വസിപ്പിക്കുന്നു. ഇവിടെ മരണപ്പെട്ട സന്ദീപും കുറച്ചു കാലങ്ങളായി വയറുവേദനയെ തുടർന്ന് ജോലിക്ക് പോലും പോയിരുന്നില്ല. ഇതിനുശേഷമാണ് ഇവർ ഒരു പണിക്കരെ കാണുന്നതും ഇദ്ദേഹം ഇവർക്ക് മരുന്ന് കൊടുക്കുന്നതും. എന്നാൽ പണിക്കർ നൽകിയ മരുന്ന് കഴിച്ചതിനെ തുടർന്ന് ഛർദിയും ശാരീരിക അസ്വസ്ഥതകളും കൂടുകയാണ് ചെയ്തതെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. തുടർന്നാണ് ഇന്നലെ കടുത്ത ഛർദിയുമായി യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും മരണം സംഭവിക്കുന്നതും. സംഭവവുമായി ബന്ധപ്പെട്ട് ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കൂവെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പൊന്നാനിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു സന്ദീപ്. എന്തായാലും 30കാരന്റെ ദാരുണമായ ഈ മരണം ഒരു നാടിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. വയറ്റിനുള്ളിലേക്ക് പോകുന്ന ഏത് വസ്തുവും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ദഹനരസവുമായി കലർന്ന് ശരീരത്തോട് ലയിക്കുന്നു. ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരം കുടലിൽ അവശേഷിക്കുന്ന പക്ഷം ഛർദിയിലൂടെയോ വയറിളക്കത്തിലൂടെയോ അത് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. കാലങ്ങളോളം വയറിനുള്ളിൽ കുടിയിരിക്കുന്ന മാന്ത്രിക പ്രസരണം നടത്താൻ ശക്തിയുള്ള ഒരു വസ്തുവുമില്ല. ഇത് സത്യമായ ശരീരശാസ്ത്രമാണെന്നിരിക്കെ ഈ 21ാം നൂറ്റാണ്ടിലും കൈവിഷം വയറ്റിൽ കെട്ടിക്കിടക്കുമെന്ന് വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷം മലയാളികൾ പ്രബുദ്ധ കേരളത്തിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് അത്ഭുതത്തോടെ മാത്രമേ നോക്കിക്കാണാനാകൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.